ഡ്രൈവർ. ഓക്കെ ഗൈസ് നമ്മളിന്നില്ലേ എല്ലാ ദിവസത്തെ പോലെ വേല കുല്ലിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല ഗൈസ് പരിപാടി. നമുക്കൊരു ജോലി കിട്ടും. നിങ്ങൾ വിചാരിക്കും എന്താ നമ്മുടെ ജോലിയെന്ന്. അതെ ഗൈസ്, നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിരിക്കുകയാണ്. ഇത് പിന്നെ പുതിയ ഓട്ടോ ഒന്നും അല്ല, ഇത് സെക്കൻഡ് ഹാൻഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോറിക്ഷ ഡ്രൈവർ പരിപാടി തുടങ്ങാം. എല്ലാവർക്കും കാറിലോണ്ട് ആരെങ്കിലും ഓട്ടോ വിളിക്കുമോ എന്തോ. എവിടെയാണോ വണ്ടി നിർത്തണോ? ഞങ്ങൾക്കാർക്ക് ഓട്ടോ കയറാൻ വയ്യേ, വണ്ടി നിർത്തണോ? കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അമ്മ ഇപ്പൊ വണ്ടി ഇരിക്കും. നല്ല ഐശ്വര്യം. ചേട്ടാ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എവിടെയാ പോണ്ടേ? റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടറാ. ഓ റെയിൽവേ സ്റ്റേഷനോ? അയ്യോ സാറേ ഇവിടെ പോലീസാണെങ്കിൽ നമ്മളെ പിടിക്കാനാണല്ലോ സാറേ വരുന്നത്. വേഗം വിട്ടോ, ഇല്ലേ ഞാൻ നിന്നെ പോലീസിന്റെ ഏൽപ്പിക്കും. ഞാൻ പറഞ്ഞിട്ട് വന്നാ പോലീസ്. അയ്യോ സാറേ എന്നെ പോലീസിന് പിടിച്ച് കൊടുക്കരുതേ, ഞാൻ ഇപ്പൊ നന്നായിട്ട് പണി ചെയ്തോളാവേ. സാറേ റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ എത്തും സാറേ. എനിക്കെന്താ വണ്ടി ഓടിക്കാൻ അറിയാമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വളയുകയും തിരികെയും ചെയ്യുന്നു. ഞാൻ ഇപ്പൊ പോലീസിന് കൊടുക്കട്ടോ. ബ്ലാക്ക്മെയിലിംഗ് മീ? യെസ് ഓഫ് കോഴ്സ്. ഇയാൾ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. സാറേ ജുറാസിക് പാർക്ക് എത്തി. ഇവിടെയാണോടോ നിർത്തുന്നത്? ഇച്ചിരി കൂടെ അങ്ങോട്ട് വിടറോ? യെസ് ഓഫ് കോഴ്സ്. സാറേ ഇപ്പൊ എത്തും കേട്ടോ. സാറേ നമ്മുടെ ജുറാസിക് പാർക്ക് എത്തി. ഇവിടെ ഇറങ്ങും സാറേ. ഒരു മഹാനായ മനുഷ്യനെ അകത്തോട്ട് കയറ്റാതെ ഇവിടെ നിർത്തുന്നോടാ. വേഗം ചെയ്യാം സാറേ. സാറേ ജുറാസിക് പാർക്ക് ഇത്രയുള്ളോ? ചിരിയും കൂടെ മുന്നിലോട്ട്. എത്തി സാറേ. ഗുഡ് ബോയ്. ഗൈസ് വലിയ ഒരു ഒഴിഞ്ഞു കിട്ടി ഗൈസ്. ഒരു ആപത്ത് പോയതുപോലെയാണ് ഗൈസ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇവിടെ ഒരു അമ്മച്ചി കൈ കാണിച്ചിരിക്കുകയാണല്ലോ. അമ്മച്ചി എങ്ങോട്ടാ പോണ്ടേ? മക്കളെ ഒരു മിനിറ്റ്. അമ്മച്ചി എങ്ങോട്ടാ പോണ്ടെന്നാ പറഞ്ഞേ? അതെന്തിരിന് നീ അറിയണം? മര്യാദയ്ക്ക് വീട് മക്കളെ. മക്കളെ വണ്ടി വിടാനാ പറഞ്ഞത്. വണ്ടിയോ? അതെ ഇപ്പൊ വിട്ടോണ്ടിരിക്കുക. ചാനൽ ഇതുവരെയ്ക്ക് ലൈക്ക് ചെയ്യാത്തതാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ല അമ്മച്ചി എങ്ങോട്ടാ വിടണ്ടേ? എന്നെയില്ലേ ലിക്കപ്റ്റർ ഒക്കെ ഇരിക്കുന്ന ഓഫീസിൽ അങ്ങോട്ട് വിട്ടാൽ മതി. ലിക്കപ്റ്റർ ഇരിക്കുന്ന ഓഫീസോ? അതെന്തോന്ന്? ഇൻസ്പെക്ടർ ആയിരിക്കും ഉദ്ദേശിച്ചത്. അത് തന്നെ മക്കളെ, നിനക്കെങ്കിലും ഞാൻ പറയുന്നതൊക്കെ മനസ്സിലായല്ലോ. മക്കളെ എന്താ അമ്മച്ചി? ചന്ദ്രധനുസ് വെക്ക് മക്കളെ. ധനുഷിന്റെ പാട്ടോ? മാരിക്കാത്ത മതിയോ രായൻ്റെ മതിയോ? രായനും കായനും ഒന്നുമല്ല. ഈ പാടില്ലേ, ചന്ദ്രധനുസിൻ കളഭം ചാർത്തിയേ. എന്തരയ്യേ? വയലാറ് വരി എഴുതി യേശുദാസ് പാടിയ നല്ല പാട്ട്. നിങ്ങൾ വേടന്റെ റാപ്പ് കേട്ടിട്ടുണ്ടോ? അതാ അടിപൊളി. എനിക്ക് റാപ്പും കോപ്പും ഒന്നും കേൾക്കണ്ട. നീ ചന്ദ്രധനുസ്. ഇനി എന്ത് ധനുഷും ചന്ദ്രയൊക്കെ. പോലീസ് സ്റ്റേഷൻ കൊച്ചിറക്കാൻ നീ എന്നെ പറ്റിച്ചല്ലേ? കുഴപ്പമില്ല. അമ്മച്ചി ഇതെന്തോന്ന് ഷർട്ടേലൊക്കെ തുപ്പുന്നേ? കോറി മക്കളെ. കോറിയോ? അതെന്ത്? സോറി ആയിരിക്കും. സോറിയൊക്കെ സെയിം ടു സെയിം. മക്കളെ നീ എന്റെ പരാതി കൊണ്ട് കൊടുക്കൂ. ഇനിയിപ്പ എന്താ? വെളിയിലോട്ട് ഉപ്പ്. ഇൻസ്പെക്ടർ സാറേ ഒരു പരാതി ഉണ്ട്. എന്താ പരാതി? പറഞ്ഞാണെങ്കിൽ എന്തായിരുന്നു പരാതി? അല്ല ഒരു മിനിറ്റ്, അതാരാ സാറേ? അതോ അവനൊരു ഓട്ടോക്കാരൻ്റെ കൂടെ രക്ഷപ്പെടാൻ നോക്കിയതാ. തട്ടിപ്പ് കേസിൽ ഇപ്പം അകത്താവുന്ന പോലെ അവൻ കയറി എൻ്റെ ഓട്ടോയിൽ. അവനോട് പറഞ്ഞേ വേഗം വിട്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ പിടിച്ചു കൊടുക്കുന്നു. അവൻ അങ്ങനെയൊക്കെ പറയൂ. എനിക്ക് 2 കൊടുത്തു. യോധയില്ലെങ്കിൽ ഞാൻ 2 കൊടുക്കാം സാറേ. അവൻ മഹാനായ ആളാണല്ലേ. നിനക്ക് ജുറാസിക് പാർക്കിൻ്റെ അകത്ത് തന്നെ കയറ്റി വെട്ടണം അല്ലേ? നിനക്കിട്ട് 2 ഇടി ഇടിക്കാൻ എനിക്ക് സമാധാനം കിട്ടത്തില്ല. അയ്യോ അയ്യോ അയ്യോ, എന്നെ ഒന്നും ചെയ്യാതെ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അയ്യോ, ഈ ചെയ്തത് തെറ്റല്ല, വളരെ വലിയൊരു തെറ്റ. അയ്യോ ബോധം കിട്ടും. കുഴപ്പമില്ല, ഇവിടെ കിടക്കട്ടെ സാറേ. അപ്പൊ പോവാണ് കേട്ടോ. ശരി പൊക്കോ. അല്ല നിന്റെ പേരെന്ത്? എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ എന്നാ സാറേ. ഫ്രാങ്ക്ലിൻ നല്ല പേര്. എന്നാൽ പിന്നെ ഞാൻ പോവാണേ. എന്നാൽ ശരി സാറേ. അമ്മച്ചി വീട്ടിൽ പോയെന്നാണല്ലോ തോന്നുന്നേ. ഏതായാലും ഇനി എനിക്ക് കഷ്ടപ്പാടില്ല. ഇനി നേരെ വീട്ടിലോട്ട്. നമ്മുടെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇന്ന് രാത്രി ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന്. അതേ ഗൈസ്, പറഞ്ഞ കണക്കിന് അന്നേരം തന്നെ രാത്രിയായല്ലോ. അതെ ഗൈസ്, ഞാൻ ബാഗിൽ പൊറോട്ടയും നല്ല ചിക്കൻ ഫ്രൈയും മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഏതായാലും നമുക്ക് അകത്തോട്ട് കയറി നിന്ന് തിന്നാം ഗൈസ്. ഞാൻ ഇന്ന് ഫുൾ പൊറോട്ടയും തിന്നുമെന്നാണ് തോന്നുന്നത്. അയ്യോ ഇതെന്താ? അലിയ ഞാൻ വന്നു. രമണൻ വന്നു. രമണ നീ എന്താ ഇവിടെ?
പൊറോട്ടയുടെ മണം അടിച്ചപ്പോൾ വന്നതാ.